ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധയിനം പെൻഷനുകളുടെ വിതരണം പ്രഖ്യാപിച്ചു. സാധാരണക്കാർക്ക് മുമ്പ് കുടിശ്ശികയായിട്ടുള്ള 5 മാസത്തെ തുകയിൽ നിന്ന് 2 മാസത്തെ ഈ വർഷവും സർക്കാർ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള 3200 രൂപയും റേഷൻ കടകളിലെ ഓണക്കിറ്റ് വിതരണവും ആരംഭിക്കാൻ പോവുകയാണ്. സാധാരണക്കാർക്ക് ആശ്വാസം നിറഞ്ഞ ഒരു അറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. നിലവിൽ എല്ലാ മാസവും 1600 രൂപ വീതം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാർച്ച് മാസം മുതൽ മുടങ്ങാതെ എല്ലാ മാസത്തെയും പെൻഷൻ തുക 1600 രൂപ വീതം ലഭിക്കുന്നുണ്ട്. എങ്കിൽ പോലും 5 മാസത്തെ പെൻഷൻ തുക ഇനിയും കുടിശ്ശികയാണ്. അത് 2 ഘട്ടമായി വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. 2 മാസത്തെ തുക ഈ സാമ്പത്തിക വർഷവും ബാക്കി 3 മാസത്തെ തുക അടുത്ത സാമ്പത്തിക വർഷവും നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഈ വർഷം നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള 2 മാസത്തെ തുക ഓണത്തോടനുബന്ധിച്ച് ലഭിക്കുന്നതാണ്. ആ തുക കിട്ടുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസം തന്നെയാണ്. എല്ലാവരും മസ്റ്ററിംഗ് മുടങ്ങാതെ ചെയ്യാനും ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാനും മറക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ മാത്രം നാം ശ്രദ്ധിച്ചാൽ മതി. 2 മാസത്തെ തുക വിതരണത്തിന് 1800 കോടിയിലേറെ സർക്കാരിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സർക്കാരിന്റെ ആവശ്യമില്ലാത്ത എല്ലാ ചിലവുകളും നിർത്തി പ്രാധാന്യമില്ലാത്ത പദ്ധതികളെല്ലാം മാറ്റിവെച്ച് ക്ഷേമ പെൻഷൻ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ള 56 ലക്ഷം വരുന്ന ആളുകളാണ് 1600 രൂപ വീതം മാസം പെൻഷൻ കൈപ്പറ്റുന്നത്. അവർക്കുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ വീടുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്നു എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത നിർണ്ണയിക്കാൻ വേണ്ടിയാണ്. വിവിധ മേഖലകളിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന. നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് തന്നെ നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട്. അവരുടെ സ്ഥലങ്ങളിലുള്ള ആളുകൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ള വിവരം നിരവധി പഞ്ചായത്തുകളിൽ നിറയുകയാണ്. അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പെൻഷൻ പരിശോധന നടത്തുന്നത്. ആദ്യം പരിശോധിക്കുക പരാതി ലഭിച്ച വീടുകളായിരിക്കും. പിന്നീടായിരിക്കും സർക്കാരിന്റെ അറിയിപ്പനുസരിച്ച് മറ്റു വീടുകളിലും പരിശോധന നടത്തുക. അനർഹമായിട്ടാണ് പെൻഷൻ വാങ്ങുന്നത് എന്ന് കണ്ടെത്താൽ അവർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകും. അതേസമയം സ്വയം ഒഴിവാകാനാണ് താല്പര്യമെങ്കിൽ അതിനുള്ള സൗകര്യവും നമ്മുടെ ചുറ്റിപ്പോഴുമുണ്ട്. ഇതിൽ പ്രധാനമായി നോക്കുന്നത് ഭൗതിക സാഹചര്യങ്ങളുടെ സൗകര്യമാണ്. അതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, നമ്മുടെ വീടിൻ്റെ വിസ്തീർണം 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ എന്നുള്ളത്. അതുപോലെ ആധുനിക രീതിയിലുള്ള ഫ്ലോറിംഗ് ആണോ, റൂഫിംഗ് ആണോ, കോൺക്രീറ്റ് ചെയ്ത റൂഫിംഗ് ആണോ, ഇതെല്ലാമാണ് സർക്കാർ നോക്കിക്കാണുന്നത്. ഇങ്ങനെയുള്ള വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അതുപോലെ വീട്ടിൽ AC ഉണ്ടോ, 4 ചക്ര വാഹനമുണ്ടോ എന്നെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. മറ്റു പെൻഷനുകളൊന്നും അർഹത ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം ഇതിൻ്റെ മാനദണ്ഡങ്ങളാണ്. എങ്കിൽ പോലും ഭൗതിക സാഹചര്യങ്ങളുടെ സൗകര്യമാണ് ആദ്യം നോക്കുന്നത്. പുതുതായി വാർദ്ധക്യ പെൻഷന് അപേക്ഷിക്കുന്ന 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഈ കർശന പരിശോധനയെല്ലാം നടത്തിയതിനു ശേഷം മാത്രമേ അവർക്ക് പെൻഷൻ പാസ്സാക്കുകയുള്ളൂ. ഇക്കാര്യങ്ങൾ എല്ലാവരും വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. പെൻഷന് അപേക്ഷ നൽകാൻ പോകുന്നവരും പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അനർഹമായിട്ട് വാങ്ങുന്നവർക്ക് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പെൻഷൻ പട്ടികയിൽ നിന്ന് സ്വയമേധ ഒഴിവാകാനുള്ള അവസരവുമുണ്ട്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.